ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സുകാരുടെ ഇന്ന് നടന്ന അടിസ്ഥാന പാഠാവലി 2024-25 എക്സാം പേപ്പർ ആണ്. അപ്പൊ അതിന്റെ ആൻസർ കീ ആണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനത്തിന്റെ ഉത്തരം അമ്മ എന്നാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സ്നേഹത്തിന്റെ പൊരുൾ എന്നാണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അഭിമാനബോധം എന്നാണ്. അടുത്ത 4ാമത്തെ ചോദ്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു പോവുകയാണ്. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സന്തോഷത്തിന്റെ രഹസ്യം എന്നാണ്. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മഴയ അനുഭവം, അതിന്റെ വിഗ്രഹ പദമാണ്. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന നേരത്തെ രാജാവിനെ ചെന്ന് സേവിച്ചു നിൽക്കുകയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കുകയും അതിന്റെ മനുഷ്യരുടെ എന്തെല്ലാം സ്വഭാവങ്ങളാണ് ഇവരയിൽ പ്രകടമാകുന്നത്. മനുഷ്യന്റെ ആർത്തിയെ പറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ പണം കിട്ടുന്നതിന് വേണ്ടി എത്ര കള്ളം പറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല, പണം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വലുത് എന്നാണ് മനുഷ്യന്മാരുടെ മോഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു മടിയിൽ ചേർത്തിരുത്തി വികൃതികൾ എതിച്ചും കളിച്ചെരി ഉതിർത്തും രണ്ടാം ബാല്യം ബഷീർ എന്ന ബല്യൊന്ന്. ഈ വരികളിൽ ബഷീറിനെ കുറിച്ച് ലഭിക്കുന്ന 2 സൂചനകൾ എന്തെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ബഷീർ എന്ന ബല്യൊന്ന് എന്ന പാഠഭാഗത്തിൽ ബഷീറിനെ പറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. വിഷ്ണു നമ്പൂതിരി നായർ എഴുതിയിട്ടുള്ളത് ബഷീറിനെ പറ്റിയാണ് അല്ലെ. ബഷീർ ആ കവിതയിൽ ഉണ്ട് അതിന്റെ ആൻസർ. അതുപോലെ തന്നെ എടുത്തു മടിയിലിരുത്തി എല്ലാ സഹജീവികളോടും അതുപോലെ തന്നെ മനുഷ്യന്മാരോടായാലും വളരെ അടുത്തിടപഴകുന്ന ഒരു വലിയ വ്യക്തി, ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാവുന്നതാണ്. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമായി എഴുതാം. കല്യാണത്തിന്റെ തീയതി അടുത്ത് വന്നു, പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടി തുടങ്ങി എന്ന് നമുക്ക് എഴുതാം. 9ാമത്തെ ചോദ്യം ഇതാണ്. കുട്ടിക്കാലത്തിന്റെ സ്വാതന്ത്ര്യവും കുസൃതിയും പുറത്തെടുക്കാൻ അവസരം കിട്ടാതിരുന്ന ആ കഷ്ടകാലങ്ങളിൽ ഒരു കൊച്ചല്ലേ പാവം ഇത്തിരി കുസൃതി അത് കാണിച്ചോട്ടെ എന്ന സ്നേഹ വായ്പ ഞാൻ ആ മഴയ്ക്ക് തർജ്ജമ ചെയ്യുന്നു. നനയാത്ത എഴുതിയത് പ്രിയ AS ആണ്. അത് നമ്മൾ എഴുതിയിട്ട് ആ ഒരു പ്രിയ ASന്റെ അനുഭവക്കുറിപ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അനുഭവക്കുറിപ്പ് എന്ന് എഴുതിയതിനു ശേഷം ആ ഒരു എന്താണ് ആ അനുഭവക്കുറിപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അനുഭവക്കുറിപ്പിന്റെ എന്തിനാണ് അനുഭവക്കുറിപ്പ് PAS എഴുതിയത് എന്നുള്ളതിനൊക്കെ അനുഭവക്കുറിപ്പ് എന്താണെന്ന് നമ്മൾ 2 വരിയിൽ എഴുതിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കഥാകാരിയുടെ ജീവിതാവസ്ഥയെ കുറിച്ച് നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം. എങ്ങനെയായിരുന്നു കവയത്രിയുടെ ജീവിതാവസ്ഥ നമുക്കറിയാവുന്നതാണ്. ആ കവിതയുടെ തുടക്കത്തിൽ എന്താണ്, ഞാൻ മഴയുമായി അടുത്തിടപഴകിയ ഒരാളല്ല അങ്ങനെ പറഞ്ഞിട്ടാണ്. അല്പം നമുക്ക് എന്ത് ചെയ്യാം, പ്രിയ AS മഴയുമായി അടുത്തിടപഴകിയ ഒരാളല്ല, അസുഖം കൂടുതൽ കാരണം മഴയാനുഭവങ്ങളുടെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ 10ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ മീനുകൾക്ക് 4 ചുറ്റിനും കണ്ണു വേണം, ഒരിക്കലും എടുത്തു ചാടരുത്. 2 മത്സ്യങ്ങൾ എഴുതിയത് അംബികാസുധൻ മാങ്ങാടാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിൽ എപ്പോഴും കത്തിജ്വലിക്കുന്ന മുകൾ കണ്ണ് വേണം, മുൾക്കണ്ണ് വേണം, മണയാത്ത കണ്ണ്. അപ്പൊ നമുക്ക് കടമനിട്ട രാമകൃഷ്ണന്റെയും അംബികാസുധൻ മാങ്ങാടിന്റെയും ഒരു കഥയും കവിതയും തന്നിട്ടുണ്ട്. 2 രചനാഭാഗങ്ങളെയും ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പൊ ഈ 2 പോയിന്റുകൾ നമ്മൾ വിശദമായിട്ട് താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യമാണ്. വിരുന്ന് വന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കിയിട്ടുണ്ടാകാം, ഞാൻ ശ്രദ്ധിച്ചില്ല. വലിയൊരു ഉത്തരവാദിത്വം രാമൻകുട്ടി നായർ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ. കുപ്പായം. ഇത്തരത്തിൽ അനുഭവവും ആഹ്ലാദവും നിങ്ങളുടെ ഒരു അനുഭവം വിവരിക്കുക. അപ്പൊ എന്താണ്, കുപ്പായം MT വാസുദേവൻ നായരുടെയാണ്. MTയുടെ ഒരു അനുഭവ കുറിപ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ കുപ്പായത്തില് ഇന്ന കുട്ടി നമ്മുടെ MTക്ക് എന്താണ് സംഭവിക്കുന്നത്, അതെ വരയും കുപ്പായം ഇട്ടിട്ട് കല്യാണ വീട്ടിലോട്ട് പോയപ്പോ അവരുടെ കുട്ടികളൊക്കെ എന്താണ് അസൂയയോടെ നോക്കിയിട്ടുണ്ടാവും എന്നെല്ലാം വിചാരിച്ചു അല്ലെ. യെസ്, ഇനി എന്താണ്, അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ. അപ്പൊ നമ്മൾ നോക്കാണ്, നമ്മുടെ ഒരു അനുഭവ കുറിപ്പാണ് ഇത്. 2 താരതമ്യം ചെയ്തിട്ട് ഒരു അനുഭവ കുറിപ്പ് തയ്യാറാക്കണം. ഭദ്രൻ. ശരീരത്തിലും കൈകാലുകളിലും എല്ലാം വിയർപ്പും രക്തവും തുടച്ചു കളഞ്ഞ്, അതെ ഈ രക്തം പൊടിഞ്ഞത് പോലും ഞാൻ അറിഞ്ഞില്ല, വേദന പോലും ഞാൻ അറിഞ്ഞില്ല. തേൻകനി എഴുതിയത് ആരാണ്? തേൻകനി നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ നാടകകൃത്തായ വയല വാസുദേവൻ പിള്ളയാണ് നമ്മുടെ തേൻകനി എഴുതിയിട്ടുള്ളത്. നാടകങ്ങളാണത്. അതുപോലെ തന്നെ സ്നേഹിച്ചവരുടെ കണ്ണീർ കാണുവാൻ മോഹിക്കുമാറില്ല ശ്രദ്ധമാം സൗഹൃദം, G. ശങ്കരക്കുറുപ്പ് എഴുതിയത്. അപ്പൊ തേൻകനിയും ഈ G. ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുള്ള നാടക സന്ദർഭവും കാവ്യഭാഗങ്ങളും സൗഹൃദത്തെ കുറിച്ച് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം. അപ്പോൾ നമ്മൾ ഈ 2 പേരും സൗഹൃദത്തെ കുറിച്ചുള്ള ബന്ധത്തെയാണ് നമ്മളിവിടെ കാണുന്നത്, ഈ 2 വരികളിലും നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഭദ്രന് തന്റെ കൂട്ടുകാർക്ക് ഇന്നത് സംഭവിച്ചു അല്ലെ, ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ അവൻ മടിയനായിരുന്നു, പേടിത്തൊണ്ടനായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ അവന്റെ ഒറ്റ സുഹൃത്തുക്കളായവരെ സഹായിക്കാൻ അവൻ തിരഞ്ഞു അല്ലെ.
അവന് ആ ഒരു ചെടി തെരഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ജി ശങ്കരക്കുറിപ്പും ഇവിടെ എഴുതുന്നത്, സ്നേഹിച്ചവരുടെ കണ്ണീർ കാണുവാൻ മോഹിക്കുവാറില്ല ശുദ്ധമാം സൗഹൃദം. ഭയങ്കര സൗഹൃദമുള്ള ആൾക്കാരെ, സ്നേഹിച്ച ആൾക്കാരെ കണ്ണീർ കാണുവാൻ മോഹിക്കാറില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ താരതമ്യം ചെയ്തിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രിയും ഒന്നും വേണ്ടല്ലോ, അന്നേരം എല്ലാരെയും കൊന്നാ പിന്നെ ആശുപത്രി വേണോ? ഇന്നാണോ ഈ വാഴ രോഗം? ഇതിന് മുമ്പെങ്ങും ഇതുണ്ടായിരുന്നില്ലേ? ആ വാഴവിട്ട് എഴുതിയത് പൊൻകുന്നം വർക്കിയാണ് തെരഞ്ഞെടുത്ത കഥകളാണ്. അത് നമ്മൾ വിശദമാക്കിയിട്ട് ആ വാഴവിട്ട് എവിടെയാണ് ഭയങ്കരമായിട്ടുള്ള സമൂഹ പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ ഒരു കഥ ഉണ്ടായിരുന്നത്. മുകളിൽ നൽകിയ സന്ദർഭവും കഥയും വിശകലനം ചെയ്ത് മാർക്കോസ് എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതയും കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. മാർക്കോസിന്റെ കഥാപാത്ര നിരൂപണം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാർക്കോസ് മണ്ണിനെ അറിയുന്ന ഒരു നല്ല കൃഷിക്കാരനാണ്. വാഴകളെ തന്നെ മക്കളെ പോലെയാണ് കാണുന്നത്. വാഴകൾ വെട്ടാൻ ഗവൺമെന്റ് ഓർഡർ വന്നപ്പോൾ എന്താണ്, അയാളുടെ ഹൃദയം നുറുങ്ങുപോയി അല്ലെ? അതങ്ങനെ എന്താണ്, വാഴ വെട്ടാനായി ഒരുങ്ങുമ്പോൾ ആ ഹൃദയവേദനയോടെ അയാളുടെ കാലിൽ തന്നെയാണ് ആ മുറിവ് വന്നു കൊണ്ടത് എന്നെല്ലാം നമുക്ക് വിശദീകരിച്ചിട്ട് അടിപൊളിയായിട്ട് എഴുതാവുന്നതാണ്. 4 മാർക്കിന് അത് പേജ് എഴുതിയാൽ മതി. ഉറക്കെ ചിരിച്ചുകൊണ്ട് എൻ മറുപടി മിടുക്കതി എന്മയിൽ തളിച്ചോട്ടെ തീർത്ഥം ബഷീർ എന്ന ബല്യൊന്ന്. കുട്ടിയോടുള്ള ബഷീറിന്റെ സമീപനം കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോ കവി, നമ്മുടെ ഇവിടുത്തെ കവി ആരാണ്? വിഷ്ണുനാരായണ നമ്പൂതിരിയാണ് ഇവിടുത്തെ കവി അല്ലെ? യെസ്, ബഷീർ എന്ന ബല്യൊന്ന് വിഷ്ണുനാരായണ നമ്പൂതിരിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ബഷീറിനെ പറ്റിയാണ് നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂതിരി കവിതയായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ബഷീർ, ഈ ഒരു വരികളിൽ എന്താണ് ബഷീറിന്റെ എന്ത് മനോഭാവമാണ് കാണാൻ സാധിക്കുന്നത്? കുട്ടികളോടും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങളോടും എല്ലാം സ്നേഹത്തിലും നല്ല രീതിയിലുമാണ് പെരുമാറാറുള്ളത് ബഷീർ എന്ന മഹത് വ്യക്തി എന്ന് പറഞ്ഞിട്ട് ബഷീറിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. അവസാനത്തെ പ്രവർത്തനം നോക്കാം. 15ാമത്തെ ചോദ്യം, യുവ വ്യവസായിയുടെ വിവാഹ വസ്ത്രം സ്വർണ്ണ നൂലിൽ നെയ്ത്തത്. പത്രവാർത്തയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പത്തെ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലാസ്സിൽ ഷട്ടിടാതെ കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സരബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികൾ നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, കുപ്പായം എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായരാണ് നമുക്ക് കുപ്പായം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ട് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ്, അല്ലെങ്കിൽ മുഖപ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹെഡിങ് ആയിട്ട് നമ്മൾ ആഡംബരം ഒരു സാമൂഹിക വിപത്ത് എന്ന് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിശദീകരിച്ചിട്ട് 6 മാർക്കിന് ആയിട്ടുള്ള രീതി നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 16ാമത്തെ ചോദ്യം, എന്നാലും മഴ എന്റെ ബന്ധുവാണ്, കൈകോർത്ത് നടന്നിട്ടില്ല ഞങ്ങളെങ്കിലും ഒപ്പിയെടുത്താൽ എന്ന പോലെ എന്നെ നന്നായി അറിയാം മഴയ്ക്ക്. മഴ മരക്കൊമ്പുകളിൽ നിന്ന് നേരെ എന്റെ മനസ്സിലേക്കാണ് വീഴാറ്. എന്നാലും ചരൽ പോലെ കുത്തി നിൽക്കുന്ന ഒരു മഴയുണ്ട് ഓർമ്മയിൽ. നനയാത്ത മഴ പ്രിയ ASന്റെയാണ്. അപ്പൊ തന്നിരിക്കുന്ന ഭാഗങ്ങളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്ത് കഥാകാരിയുടെ മഴയനുഭവങ്ങൾ വിശദീകരിച്ച് ഭംഗി വിവരിക്കുക. അപ്പൊ കഥാകാരി പല അടിപൊളിയായിട്ടുള്ള ഭംഗിയിൽ എന്തുട്ടാണ് എല്ലാ കാര്യങ്ങളും മഴയനുഭവങ്ങളെ പറ്റി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ പ്രിയ ASന്റെ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. ഇനി 17ാമത്തെ ചോദ്യം, താങ്കളൊരു ദ്വൈത്താൽ പുഴയും ചേർന്ന് ആനന്ദക്കടലാകും കലയങ്ങൾ തൻ കണ്ണിൽ നിർമ്മമായ തിളങ്ങുന്നു ബഷീർ എന്ന ബല്യൊന്ന്. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞത് ഞാനായിരിക്കും. കാരണം അതൊക്കെ എന്റെ അനുഭവങ്ങളാണ് ആയിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പോയിന്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലെ? ഇനി അടുത്ത് നോക്കാം. മുകളിൽ നൽകിയിരിക്കുന്ന സൂചകങ്ങളും കവിതയിൽ ആശയവും നിങ്ങളുടെ വായന അനുഭവങ്ങളും ഉൾപ്പെടുത്തി ബഷീർ എന്ന ദിനത്തിന് അവതരണ അനുസ്മരണമായി പ്രഭാഷണം തയ്യാറാക്കുക അല്ലെ? നമ്മുടെ ബഷീറിനെ അനുസ്മരിക്കുന്ന അല്ലെ, മരിച്ചുപോയി ബഷീർ അല്ലെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കഥാകാരനായിരുന്നു ആര്? ബഷീർ എന്ന് പറയുന്ന മഹത് വ്യക്തി. അപ്പൊ ബഷീർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാഷണം, വ്യക്തിയെ പറ്റിയിട്ടുള്ള പ്രഭാഷണം തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് ഹെഡിങ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നമസ്കാരം അല്ലെങ്കിൽ മാന്യസദസ്സിന് വന്ദനം, എഡിറ്റോറിയലിനും മാന്യസദസ്സിന് വന്ദനം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എഡിറ്റോറിയലിന്റെ അവസാനം നന്ദി എന്ന് കൊടുക്കുന്നത് നല്ലതാണ്. പ്രഭാഷണത്തിന് എന്തായാലും അത് വേണം, നന്ദിയും കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ വന്നത് ബഷീറിനെ പറ്റിയാണ്. ബഷീർ നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കണ്ടന്റ് എഴുതാം. അതിനുശേഷം എല്ലാ വായനക്കാരുടെയും മനസ്സിൽ ബഷീർ എന്ന മഹത് വ്യക്തി ജീവിച്ചിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് എന്താണ്
ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന പാഠഭാഗവും നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ ഇംഗ്ലീഷിൽ. ഓക്കെ, അത് മലയാളത്തിലും ഉണ്ടായിരുന്നു, മലയാളം ഫസ്റ്റിലും ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പഠിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു. അതും നമുക്ക് കൂട്ടിച്ചേർത്തിട്ട് ബഷീർ എന്ന ഒരു മഹത് വ്യക്തിയെ പറ്റി നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് 6 മാർക്കിന്. എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എളുപ്പമായിരുന്നു, എല്ലാ കൂട്ടുകാർക്കും എളുപ്പമായിരുന്നു. എളുപ്പം തന്നെയായിരിക്കും എല്ലാവർക്കും. എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇതിലുള്ള നമ്മുടെ വീഡിയോ ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.